ഞാനത് പ്രതികരിച്ചിട്ടുണ്ട്. കണ്ടാണുമായിരിക്കും. അത് നമ്മുടെ അല്ലല്ലോ, ഞാൻ ഇല്ലല്ലോ, സംഘടനയിലേ ഇല്ല. പുതിയ പ്രോജക്റ്റുകൾ ഉണ്ട്, ഉടനെ എഴുതി കഴിഞ്ഞ് ഉടനെ. ഇപ്പോൾ റീ റിലീസിൻ്റെ കാലങ്ങളാണല്ലോ, അപ്പോൾ മേലെപ്പറമ്പിലാണ് വീട് റീ റിലീസിനെ ഞങ്ങൾ മണി സി കാപ്പനും അദ്ദേഹമുള്ള നിർമ്മാതാവ് അത് ആലോചിച്ചു. അപ്പം ആ സിനിമ തന്നെ ഒന്നുകൂടെ റീവർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ചിന്തയുണ്ട്. പുതിയ നായകനെ നായിക അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ റീ റിലീസ് ഡൗട്ടാണ്. അതിൻ്റെ ഗംഭീര തിരിച്ചുവരവ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. തിരിച്ചു വരാൻ ഞാൻ എങ്ങും പോയിട്ടില്ല. എൻ്റെ കഴിഞ്ഞ വർഷമാണ് എൻ്റെ സിനിമ ഇറങ്ങിയത്, അറിയാമല്ലോ, ഞാനും പിന്നൊരു ജാനും. അതുകൊണ്ട് എങ്ങും പോയിട്ടില്ല, ഇവിടെ ഉണ്ട്. പിന്നെ പഴയതുപോലെ നമ്മൾ വിചാരിക്കുമ്പോൾ സിനിമ ചെയ്യാനൊന്നും ഇപ്പോൾ പറ്റത്തില്ല, അറിയാമല്ലോ, സാഹചര്യങ്ങൾ ഒരുപാട് മാറിപ്പോയി. ഒരു സ്മൂത്ത് ഫിലിം മേക്കിംഗ് അല്ല ഇപ്പോൾ, കുറച്ച് ടഫാണ്. അവിടെ ഇമേജ് എന്നൊരു പ്രശ്നമേ അല്ല, മനസ്സിലായില്ല. പക്ഷേ ഇത്രയും നാൾ കഴിഞ്ഞിട്ടും സാറിൻ്റെ സിനിമകൾക്കെല്ലാം റീവാച്ചബിൾ വാല്യൂ ഉള്ള മൂവീസാണ്. അതെപ്പോഴും അത്രയും നല്ല കണ്ടന്റുകളാണ് ചെയ്തിരുന്നത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകളാണ് ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്നത്. ഞാനൊന്നല്ല, ഞങ്ങൾ ഒരു 8 ഡയറക്ടേഴ്സ് ആ കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്നിരുന്ന കുറച്ച് സംവിധായകരുണ്ട്. അവരുടെ സിനിമകളെല്ലാം ഇന്ന് ടെലിവിഷനിൽ പവർഫുള്ളായിട്ട് വരുന്നുണ്ട്. അതിൽ ഞാനും ഉണ്ട്. അത്രയും ഓക്കെ. കാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ടൈറ്റിൽ റിലീസ് ചെയ്യാൻ ഇപ്പം അറിയാമല്ലോ, എല്ലാം മെറ്റീരിയലാണല്ലോ. അപ്പോൾ നിങ്ങളെ പോലെയുള്ള ചാനലുകാർക്ക് ഒരു 10 പേരെ 15 പേരെ വിളിച്ചിട്ടാണ് ടൈറ്റിൽ ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഇപ്പോൾ ഇവിടെ വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്കത് ഒരു മെറ്റീരിയൽ ആവണമല്ലോ, മാർക്കറ്റിംഗ് ആവണമല്ലോ. ഉടനെ ഉണ്ടാവും, ഇതെല്ലാം ഉടനെ ഉണ്ടാവും. താങ്ക് യു സാർ. Food.